റൊണാൾഡോ പുൽമൈതാനത്ത് അയാളൊരു മാന്ത്രികനാണ്. കാൽപന്ത് കൊണ്ട് ജാലവിദ്യ കാണിക്കുന്ന അയാൾക്ക് ഇന്നലെ സ്ലൊവേനിയക്കെതിരെ പെനാൽറ്റി സ്പോട്ടിൽ പിഴയ്ക്കുന്നു. ക്ലബിനായി 747 ഗോളുകൾ, രാജ്യത്തിനായി 128 ഗോളുകൾ, 161 തവണ പെനാൽറ്റി സ്പോട്ടിൽ നിന്നും കാൽപന്തിനെ നൈലോൺ വലയ്ക്കുള്ളിൽ തുളച്ചു കയറ്റിയവൻ. എന്നാൽ ഇന്നലെ ഫ്രാങ്ക്ഫോർട്ടിന്റെ മൈതാനത്ത് അയാളുടെ കരിയറിലെ തന്നെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളായിരുന്നു. പാഴാക്കിയ പെനാൽറ്റി ഓർത്ത് അയാൾ പൊട്ടിപ്പൊട്ടി കരയുന്നു. ഒടുവിൽ ഷൂട്ടൌട്ടിൽ കോസ്റ്റയുടെ കരങ്ങൾ റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും രക്ഷകനായെത്തുന്നു. പറങ്കിപ്പടയുടെ മുന്നിൽ സ്ലൊവേനിയ എന്ന രാജ്യത്തിന് കണക്കുകളുടെ പുസ്തകങ്ങളിൽ സ്ഥാനമില്ലായിരുന്നെങ്കിലും ആ കുമ്മായ വരയ്ക്കുള്ളിൽ അവർ തീർത്ത പോരാട്ടം ചെറുതല്ല, അസാധ്യമായൊരു പോരാട്ട വീര്യം. 20 ഷോട്ടുകൾ സ്ലൊവേനിയക്കെതിരെ തുടുത്തിട്ടും ചങ്കുറപ്പോടെ നിന്ന ഗോൾ കീപ്പർ ഒബ്ലാക്കും പ്രതിരോധ നിരയും പോർച്ചുഗലിനെ പിടിച്ചുകെട്ടി. നിഷേധിക്കപ്പെട്ട അവസരങ്ങളും നഷ്ടപ്പെടുത്തിയ ചാൻസുകളും 90 മിനിറ്റും കടന്ന് കളി എക്സ്ട്രാ ടൈമിലേക്കും പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും എത്തിച്ചു. പലകുറി ഈ യൂറോയിൽ ഗോൾ പോസ്റ്റിനെ ഉന്നം വെച്ചിട്ടും റൊണാൾഡോയ്ക്ക് ഗോൾ നേട്ടം മാത്രം അകന്നു നിന്നു. അവിടേക്കാണ് എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയുടെ അവസാന സെക്കൻഡുകളിൽ പല കഥകളും ആരംഭിക്കുന്നത്. ജോട്ടയെ വീഴ്ത്തിയതിനെ തുടർന്ന് പോർച്ചുഗലിന് അനുകൂലമായൊരു പെനാൽറ്റി. റൊണാൾഡോ പെനാൽറ്റി കിക്കിനായി തയ്യാറാവുന്നു. മുന്നിൽ ഒബ്ലാക്കും. റായലിന്റെ തൂവെള്ളക്കുപ്പായത്തിൽ പലതവണ മറികടന്ന ഒബ്ലാക്ക് അയാൾക്കൊരു പ്രശ്നമേയല്ല. നിർണായക നിമിഷങ്ങളിലെല്ലാം ഒബ്ലാക്കിനെ മറികടന്ന ചരിത്രവും ക്രിസ്ത്യാനോയ്ക്ക് കൂട്ട്. പക്ഷേ ഇന്നലെ ഒബ്ലാക്ക് കീഴടങ്ങിയില്ല. പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പറന്ന് കയറുമെന്ന് തോന്നിപ്പിച്ച ആ പന്തിനെ ഒബ്ലാക്ക് കീഴടക്കി. റൊണാൾഡോയോട് കാലത്തിന്റെ കണക്ക് പുസ്തകങ്ങൾ തിരികെ കടങ്ങൾ ചോദിക്കുന്നുവോ? നിരാശയിൽ അയാൾ മുഖം പൊട്ടിക്കരഞ്ഞു. ഒരു കൊച്ചുകുട്ടിയെ പോലെ തങ്ങളുടെ മുന്നിൽ ഇതിഹാസ നായകൻ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ പൊട്ടിക്കരയുന്നു. അയാളെ സഹതാരങ്ങൾ ചേർത്തു പിടിച്ചു. നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷ അവനിൽ വീണ്ടെടുക്കാൻ ആ ആശ്വാസ വാക്കുകളും ചേർത്തു പിടിക്കലുകളും അത്രമേൽ അനിവാര്യമായിരുന്ന നിമിഷം. പിന്നീട് യൂറോയിലെ പ്രായം താഴ്ത്താത്ത പോരാളിയായ പെപ്പയുടെ ഒരു പിഴവ്. ബെഞ്ചമിൻ സെസ്കോയും കോസ്റ്റയും 1-1 സിറ്റുവേഷനിൽ സെസ്കോയുടെ ആ ഇടങ്കാലില്ലായിരുന്നെങ്കിൽ പറങ്കിപ്പട തലകുനിച്ച് മടങ്ങേണ്ടി വരുമായിരുന്നു. മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. പറങ്കിപ്പടയുടെ ആദ്യ കിക്കെടുക്കാനെത്തിയത് CR7 തന്നെ. ഒബ്ലാക്കിന്റെ ആന്റിസിപ്പേഷൻ കൃത്യമായെങ്കിലും റൊണാൾഡോയുടെ കണക്ക് കൂട്ടലുകൾ അതിലും മികച്ചതായതുകൊണ്ട് ഒബ്ലാക്കിന് പിഴച്ചു. ആരാധകരോട് ആ പെനാൽറ്റിക്ക് ശേഷം അയാൾ മാപ്പപേക്ഷിച്ചു. പോർച്ചുഗലിനായി പിന്നീട് വന്നവർ വലകുലുക്കിയപ്പോൾ ഡിയോഗോ കോസ്റ്റ എന്ന ഗോളിക്ക് മുന്നിൽ സ്ലൊവേനിയൻ താരങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. റൊണാൾഡോ കോസ്റ്റയെ വാരിപ്പുണരുന്നു. കണ്ണീരണിഞ്ഞ് ഈ യൂറോയിൽ നിന്ന് വിട പറയേണ്ടിടത്ത് നിന്ന് തന്നെയും ടീമിനെയും കരകയറ്റിയ അയാളെ വാരിപ്പുണർന്ന് അയാൾ